റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. APL അല്ലെങ്കിൽ BPL അതല്ലെങ്കിൽ AY റേഷൻ കാർഡ്. നിലവിൽ സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ, സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇവയെല്ലാം ലഭിക്കുന്ന AY BPL റേഷൻ കാർഡുള്ളവർ, അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ ആനുകൂല്യം ലഭിക്കുന്ന APL നീല റേഷൻ കാർഡുകൾ, ഇത്തരം റേഷൻ കാർഡുകളെല്ലാം ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന കാര്യം നമ്മളുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ്. റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും തുടർന്ന് അവർക്ക് റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി ഒരു മസ്റ്ററിങ്, വിരൽ പതിച്ചുള്ള മസ്റ്ററിങ്, അത് റേഷൻ കടകൾ വഴിയൊക്കെ ചെയ്യണമെന്ന അറിയിപ്പ് വന്നിരുന്നു. ഇലക്ട്രോണിക് KYC അത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളാണ് ചെയ്യേണ്ടത്. അതായത് BPL റേഷൻ കാർഡും AY റേഷൻ കാർഡും കൈവശമുള്ളവർ. ആ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി കുട്ടികൾ, അതോടൊപ്പം തന്നെ മുതിർന്നവർ, അതായത് വയോധികരായിട്ടുള്ളവർ, ചിലർക്കൊക്കെ ഇത് മസ്റ്ററിങ് ചെയ്യുന്നതിൽ സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആധാർ അപ്ഡേഷൻ ചെയ്ത ശേഷം മസ്റ്ററിങ് ചെയ്യണമെന്നും, വയോധികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്റ്ററിങ് വിരൽ പതിയുന്നില്ല എങ്കിൽ ഐറിസ് സ്കാനർ ഉപയോഗിച്ചുള്ള മസ്റ്ററിങ് രീതി. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കുകയും ചെയ്തിരുന്നു. ഇനി മസ്റ്ററിങ് ചെയ്യാത്ത വ്യക്തികളുടെ പേര് അതൊരു പക്ഷേ സസ്പെൻഡ് ചെയ്ത് നിലനിർത്തുന്ന രീതിയായിരിക്കും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. ഇതിൽ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആ വ്യക്തിയുടെ പേര് നീക്കം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ, റേഷൻ വിഹിതം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഇലക്ട്രോണിക് KYC ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. BPL റേഷൻ കാർഡും AY റേഷൻ കാർഡിനും പേരുള്ള വ്യക്തികളാണ് ഇത് ചെയ്യേണ്ടത്. APL റേഷൻ കാർഡിന് നാളിതുവരെയായിട്ട് ഇലക്ട്രോണിക് KYC പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചിലരൊക്കെ ചില മേഖലകളിൽ അത് ചെയ്യിപ്പിക്കുന്നുണ്ട്, എങ്കിലും അങ്ങനെ ചെയ്യുന്നതിലും തടസ്സങ്ങളില്ല. അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് KYC ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേര് നീക്കം ചെയ്യണം. അങ്ങനെയുള്ളവരുടെ പേര് നീക്കം ചെയ്യാത്ത പക്ഷം നമുക്ക് ഒരു പക്ഷേ അവരുടെ ആനുകൂല്യം അനർഹമായ രീതിയിൽ വാങ്ങുന്നതായിട്ട് കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് സർക്കാരിലേക്ക് പിന്നെ പിഴയടക്കം കൃത്യമായിട്ട് അത് സർക്കാർ തിരികെ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയൊരു ഫൈനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ റേഷൻ കാർഡിൽ നിന്ന് വിദേശത്തായിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിരിക്കുന്ന വ്യക്തികളുണ്ടാകും. അവർ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് BPLും AYയും റേഷൻ കാർഡിൽ പേരുള്ളവർ. അപ്പോൾ അവർക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള സാഹചര്യം നാട്ടിലെത്തുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവരുടെ മസ്റ്ററിങ് ചെയ്യാത്ത അത്രയും കാലം അവരുടെ റേഷൻ നമ്മൾ വാങ്ങാൻ പാടുള്ളതല്ല. ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം അവരുടെ പേര് നീക്കം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ സ്റ്റാറ്റസ് NRK, നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഇതിന് സാധ്യമാകുന്നതാണ്. ഒരു അഫിഡവിറ്റ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ ആധാർ, ഇങ്ങനെയുള്ള രേഖകളെല്ലാം വെച്ച് കൃത്യമായിട്ട് അപേക്ഷ നൽകി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വിദേശത്താണ് എന്ന് കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് NRK എന്ന് മാറ്റുകയും കാർഡിൽ പേര് നിലനിർത്തുകയും ചെയ്യും. പിന്നീട് അവർ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവർക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കി അവരുടെ റേഷൻ വിഹിതവും വാങ്ങാൻ സാധിക്കുന്നതാണ്. നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് മാറ്റാത്ത പക്ഷം അവർ മസ്റ്ററിങ് കൂടി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് റേഷൻ വിഹിതം മാത്രമല്ല കാർഡിൽ നിന്ന് പേരുൾപ്പെടെ നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. APL BPL റേഷൻ കാർഡ് വ്യത്യാസങ്ങളില്ലാതെ റേഷൻ ആനുകൂല്യം തുടർച്ചയായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാ മാസങ്ങളിലും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാത്ത റേഷൻ കാർഡുകൾ കണ്ടെത്തും. അങ്ങനെയുള്ള റേഷൻ കാർഡ് ഉടമകളുടെ മുൻഗണന നഷ്ടമാവുകയും ചെയ്യും. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.